അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, നമുക്ക് ശത്രുക്കളുമുണ്ട്, മിത്രങ്ങളുമുണ്ട്. ആരാണ് നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. 4-5 ശത്രുക്കളാണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തെ നമ്മുടെ ശത്രു നമ്മുടെ നഫ്സ് തന്നെയാണ്. നമ്മുടെ നഫ്സ്, നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛകളും മനസ്സിൻ്റെ ആഗ്രഹങ്ങളും, നമ്മുടെ ശരീരം, നമ്മുടെ ദേഹേച്ഛ നമ്മളോട് കൽപ്പിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങളാണ്. നഫ്സിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ 1-2 ആയത്തുകളിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇന്നൻ നഫ്സ ല അമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മൻ റഹിമ റബ്ബി. തീർച്ചയായിട്ടും നഫ്സ് മോശമായ കാര്യത്തിലേക്ക് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മളോട്. മോശമായ കാര്യം ചെയ്യ്, വേണ്ടാത്ത കാര്യങ്ങൾ നോക്ക്, വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്ക്. ഇങ്ങനെ മോശമായ മ്ലേച്ഛമായ കാര്യത്തിലേക്ക് നമ്മുടെ നഫ്സ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആ പ്രേരണകളിൽ നിന്നും മാറി നാം സുരക്ഷിതമായി അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഭാഗത്തേക്ക് പോകാതിരിക്കണം. അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ശരീരം നമ്മളോട് കൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നും വിട്ടു നിൽക്കാൻ നാം തയ്യാറാകണം. അങ്ങനെ വിട്ടു നിൽക്കാതെ നാം ആ നഫ്സിന് വിധേയമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പടച്ചവൻ്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരനാകും. ലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ. ലവ്വാമ എന്നും നഫ്സിനെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അഥവാ നന്മയിലേക്കും തിന്മയിലേക്കും ഒരു ചാഞ്ചാട്ടമുള്ള രീതിയിൽ. നന്മ ചെയ്യണമെന്ന് തോന്നും, ചിലപ്പോൾ ചെയ്യണ്ടെന്ന് തോന്നും. തിന്മ ചെയ്യണമെന്ന് തോന്നും, ചിലപ്പോൾ ചെയ്യണ്ടെന്ന് തോന്നും. നമ്മളെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നഫ്സാണ് ഈ നഫ്സ്. ഈ നഫ്സിൽ നിന്നും നമ്മൾ സുരക്ഷിതമാകണം. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ നഫ്സിനെ ശുദ്ധമാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. അല്ലാഹു സുബ്ഹാനഹു വതആല ശരീരത്തെ സത്യം വെച്ചുകൊണ്ട് പറയുന്നു, ആ ശരീരത്തിന് നന്മയും തിന്മയും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ശരീരത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ ചെയ്യുവാനും തിന്മ ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അത് അഫ്ലഹ മൻ സക്കാഹ. ആര് അതിനെ പരിശുദ്ധമാക്കിയോ അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ. ആര് അതിനെ അഴുക്കാക്കിയോ അവൻ പരാജിതനുമായിരിക്കുന്നു. അതുകൊണ്ട് നാം നമ്മുടെ ദേഹേച്ഛയെ പരിശുദ്ധമാക്കുവാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് നീങ്ങണം. നഫ്സിനെ സംബന്ധിച്ച് അല്ലാഹു അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു എന്നുവരെ സൂചിപ്പിച്ചിട്ടുണ്ട്. അഥവാ മനുഷ്യരിൽ ചില ആളുകൾ മനസ്സിനെ അഥവാ ശരീരത്തെ, സ്വന്തം ദേഹേച്ഛയെ ആരാധിക്കുന്നവരായിട്ട് പോലുമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ലിബറലിസം. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കും, ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി പറയും, മറ്റുള്ളവരാരും എന്നിൽ കടകടത്താൻ പാടില്ല, ആരും എന്നെ ഉപദേശിക്കാൻ പാടില്ല, ഞാൻ ഒരു തോന്നിയവാസിയായിട്ട് ജീവിക്കുമെന്ന് ഇന്നത്തെ ചില ന്യൂ ജനറേഷൻ ആളുകൾ അഭിപ്രായപ്പെടുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അത് സ്വന്തം മനസ്സിൻ്റെ ഇച്ഛകളെ, സ്വന്തം ദേഹേച്ഛയെ ആരാധിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ഇത്തരം മോശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നമ്മുടെ ശരീരം അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യത്തിലേക്ക് നിർദ്ദേശിക്കുകയും കൽപ്പിക്കുകയും ചെയ്ത് ആ വഴി നീങ്ങാതെ അതിനെ ശത്രുവായി കണ്ട് അതിനെ നയവഴിയിലേക്ക് നാം നീക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുത്തുമഇന്നായ ശരീരമായി തീരും. അൻ നഫ്സുൽ മുത്തുമഇന്ന. അങ്ങനെയുള്ള ഒരു മനസ്സിനോടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശരീരത്തിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മരണവേളയിൽ പറയുക, ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നത്തി. ഏറ്റവും സമാധാനകാംക്ഷിയായ ശരീരമേ, നീ നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങുക, അള്ളാഹുവിൻ്റെ നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് മടങ്ങുക. അപ്പോൾ നമ്മുടെ ശരീരം ചിലപ്പോഴൊക്കെ തിന്മകൾ വാരിക്കൂട്ടി നമ്മുടെ തന്നെ ശത്രുവായി മാറാറുണ്ട്. അങ്ങനെ ശത്രുവായി നമ്മുടെ ശരീരത്തെ മാറ്റാതെ പരമാവധി നാം സൂക്ഷിച്ച് നല്ല ശരീരമാക്കി മാറ്റുകയും അള്ളാഹുവിൻ്റെ ഏറ്റവും തൃപ്തി കരസ്ഥമാക്കുന്ന രീതിയിൽ നാം ആക്കി തീർക്കുക. ശത്രുക്കളിൽ ഏറ്റവും അപകടകാരിയായ ഈ നഫ്സിനെ നാം തിരിച്ചറിയുക. ആ രീതിയിൽ നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. റബ്ബ് നമുക്ക് നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.